ഹായ് എവരിവൺ. അപ്പോൾ ജോബ് ഷാപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്സെഞ്ചർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള നല്ലൊരു ജോബ് വേക്കൻസിയെ കുറിച്ചിട്ടാണ്. അത് ഫ്രഷേഴ്സ് ആയവർക്കും എക്സ്പീരിയൻസ് ആയവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു വേക്കൻസിയാണ് അക്സെഞ്ചർ കമ്പനിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവസരം മിസ്സാക്കരുത്. അപ്പോൾ നമ്മൾ ജോബ് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നവർ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തി വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജോബ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എക്സെഞ്ചർ കമ്പനി വിളിച്ചിട്ടുള്ളത് കസ്റ്റമർ കോൺടാക്ട് കംസ് ന്യൂ അസോസിയേറ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഈ ഒരു കംസ് ന്യൂ അസോസിയേറ്റ് ജോബ് റോളിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളത് സ്കിൽ റിക്വയർഡ് സോഷ്യൽ സർവീസ് ഡെസ്ക് നോൺ വോയിസ് സപ്പോർട്ടിലേക്കാണ് എക്സെഞ്ചർ കമ്പനി വിളിച്ചിട്ടുള്ളത്. ഓക്കെ, നോൺ വോയിസ് എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ MNC കമ്പനിയിൽ രണ്ട് തരം പ്രോസസ്സ് വരാറുണ്ട്. വോയിസ് പ്രോസസ്സും അതുപോലെ തന്നെ നോൺ വോയിസും വരാറുണ്ട്. വോയിസ് പ്രോസസ് കസ്റ്റമർ ക്വയറീസുകൾക്ക് റിപ്ലൈ കൊടുക്കലായിരിക്കും. ഇതെന്ന് വെച്ചുള്ളത് നോൺ വോയിസ് സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. നോൺ വോയിസ് നിങ്ങൾക്ക് ഇമെയിൽ ചാറ്റിങ്ങിന് റിപ്ലൈ കൊടുക്കൽ, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ ചാറ്റിംഗ്, അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിൽ വരുന്ന കസ്റ്റമർ ക്വയറീസുകൾക്ക് റിപ്ലൈ കൊടുക്കലായിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുള്ളത് കസ്റ്റമർ കോൺടാക്ട് കംസ് ന്യൂ അസോസിയേറ്റ്. ഓക്കെ, കംസ് ന്യൂ അസോസിയേറ്റിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയും. ഓക്കെ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള എനി ഗ്രാജുവേഷൻ ഡിഗ്രി ഏത് ഫീൽഡിൽ നിന്നുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുള്ളത് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ അബൌട്ട് എക്സെഞ്ചർ കൊടുത്തിട്ടുണ്ട്. എക്സെഞ്ചറെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, വേൾഡ് തന്നെ ലീഡിംഗ് ഒരു MNC കമ്പനിയാണ് എക്സെഞ്ചർ കമ്പനി. പിന്നെ ഇവിടെ വാട്ട് വുഡ് യു ഡു എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ ഹയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വർക്ക് എന്തായിരിക്കും വരിക എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. യു വിൽ ബി അലൈൻഡ് വിത്ത് അവർ കസ്റ്റമർ സപ്പോർട്ട് വെർട്ടിക്കൽ ആൻഡ് ഹെൽപ്പ് us in managing, resolving customer query, handling escalations and complaints of the dissatisfied customers and giving best resolutions. അതായത് ഈ ഒരു കമ്പനി ഒരു ക്ലയന്റിനെ ഏറ്റെടുത്തത്. അപ്പോൾ ആ ക്ലയന്റുമായി ബന്ധപ്പെട്ട വർക്കുകളിൽ കസ്റ്റമർ ക്വയറീസ്, അപ്പോൾ ചാറ്റിംഗ് ആയിട്ട് വരാം കസ്റ്റമർ ക്വയറീസുകൾ, അതുപോലെ തന്നെ മെയിലിംഗ് വഴിയായിട്ട് എന്താണ് കസ്റ്റമർ ക്വയറീസുകളൊക്കെ വരാം. അപ്പോൾ അതിന് നിങ്ങൾ നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കലായിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. ഓക്കെ, ഇവിടെ ബാക്കി കൊടുത്തിട്ടുണ്ട് യു വിൽ ആൾസോ റെസ്പോൺസിബിൾ. ഇവിടെ നോൺ വോയിസ് സപ്പോർട്ടായിരിക്കും വരിക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ട്രബിൾ ഷൂട്ടിംഗ്, റിസോൾവിങ്, പിന്നെ ഇവിടെ മെയിലിംഗ് ആൻഡ് ചാറ്റിംഗ് സപ്പോർട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു സ്കില്ലുകളൊക്കെ ഉണ്ടായിരിക്കണം. ഗുഡ് കോം സ്കിൽ ഉണ്ടായിരിക്കും, അതായത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതായത് ഗുഡ് കോം സ്കില്ലിൻ്റെ ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വ്യത്യസ്ത സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കില്ലുണ്ടായിരിക്കണം. അപ്പോൾ കസ്റ്റമർ പല രീതിയിലായിരിക്കും ഉണ്ടാകും. അപ്പോൾ ആ ഒരു കസ്റ്റമറുടെ ബിഹേവിയറൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽ എന്താണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ വരുന്ന ക്വയറീസുകൾക്ക് നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കാനുള്ള ഒരു കോമൺ ആയിട്ടൊരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഇവിടെ ബേസിക് അനാലിറ്റിക്കൽ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യങ്ങളൊന്നും അതിൻ്റെ അനലൈസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. ഫ്ലെക്സിബിൾ വിത്ത് റൊട്ടേഷണൽ ഷിഫ്റ്റ്. പൊതുവെ MNC കമ്പനിയിൽ 3 തരം ഷിഫ്റ്റ് വരാറുണ്ട്. മോർണിംഗ്, മിഡ്, നൈറ്റ് ഷിഫ്റ്റ് വരാം. അപ്പോൾ ആ ഷിഫ്റ്റായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. പിന്നെ ഇവിടെ ഗുഡ് നോളജ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അതായത് പൊതുവെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് നോളജ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടാക്കി വെക്കുക. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് നിങ്ങൾ ഒന്ന് ഈ ഒരു ടേമുകളെ കുറിച്ച് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, പിന്നെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇൻ ദിസ് റോൾ യു ആർ റിക്വയർഡ് ടു സോൾവ് റൊട്ടൈൻ പ്രോബ്ലംസ് ലാർജ്ലി ത്രോ പ്രഡൻസ് ആൻഡ് റെഫറൽ ടു ജനറൽ ഗൈഡ് ലൈൻസ്. ഇത് പൊതുവെ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന വർക്കുകളായിരിക്കും നിങ്ങൾക്ക് വരിക. പിന്നെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എനി ഗ്രാജുവേഷൻ ഡിഗ്രി ഏത് ഫീൽഡിൽ നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അവസരം മിസ് ചെയ്യരുത്. ഇവിടെ ഈ ഒരു അക്സെഞ്ചറിലെ മെയിൻ വെബ്സൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ അപ്ലൈ നോ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ലിങ്കിലേക്ക് പോവുകയും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് CV അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ അവസരം പായാക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അതുപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതാണ്. അപ്പം താങ്ക് യു. സീ യു നെക്സ്റ്റ് വീഡിയോ.